എൻ്റെ പേര് വിമൽ എന്നാണ്. സ്ഥലം നമ്മുടെ ഹാച്ചറി വരുന്നത് ലാലൂർ, അതായത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹാച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ, താറാവ് ഇതിനൊക്കെ വിരിയിപ്പിച്ച് കൊടുക്കണ സംഭവമാണ്. എല്ലായിടത്തേക്കും സപ്ലൈ ഉണ്ട്. അത് കേരളത്തിനകത്തേക്കും പുറത്തേക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, ഞാനൊരു ബിടെക് കഴിഞ്ഞ് പിന്നെ ഗൾഫിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് എംടെക് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഹാച്ചറി ഫീൽഡിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4 വർഷത്തോളമായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും സെറ്റിലാവാന്നുള്ള രീതിയിൽ ഞാൻ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തുടങ്ങിയതാണ്. നമ്മുടെ കയ്യിലിപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ, താറാവ് കുഞ്ഞുങ്ങൾ, കാട, ഫാൻസി കോഴികൾ, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ നമ്മുടെ തന്നെ പല ഇതിൽ നിന്നുള്ള പാരൻറ് സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് സപ്ലൈ ആണ് ചെയ്യണത്. അത് കേരളത്തിനകത്തേക്കും പുറത്തേക്കും എല്ലായിടത്തേക്കും ഉണ്ടാവും. അപ്പോൾ അത് ട്രെയിനിലായിട്ട് വിടാറുണ്ട്. അതുപോലെ തന്നെ ഹൈവേ ഡെലിവറി, അങ്ങനെ എല്ലായിടത്തേക്കും ബുക്കിങ്ങിനനുസരിച്ചാണ് ഉണ്ടാവുക. ബുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ വലിയ കോഴികൾ ഇപ്പോൾ തൽക്കാലമില്ല. കുറച്ച് ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കോഴികൾ എല്ലാത്തിൻ്റെയും കൊടുത്തു തുടങ്ങുന്നതായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഹാച്ചറിയിൽ ഇന്ന് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. ശനിയാഴ്ച ദിവസങ്ങളാണ് വിരിയുക. ശനിയാഴ്ച തന്നെ സപ്ലൈ ചെയ്യും എല്ലായിടത്തേക്കും. ഇതൊക്കെ സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ, ഇത് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ, ഇത് ഗ്രാമശ്രീ, ഇത് കരിങ്കോഴി, ഇത് നെയ്ക്കഡ് നെക്ക്, ഇത് ന്യൂ ഹാംഷെയർ, ഇത് ഗിരിരാജ, ഇത് അസീൽ. പിന്നെ നമ്മുടെ തന്നെ കരിങ്കോഴിയുടെ വേറൊരു വെറൈറ്റിയാണിത്. അതായത് കരിങ്കോഴിയിൽ തന്നെയുള്ള ഡൽഹി എന്നുള്ള കരിങ്കോഴികളാണിത്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവരുടെ സ്കിന്നെല്ലാതും ബ്ലാക്ക് ആയിരിക്കും കരിങ്കോഴിയുടെ പോലെ, പക്ഷേ ഇവരുടെ തൂവൽ വൈറ്റ് കളറായിരിക്കും. ഇതൊരു ഡൽഹി വെറൈറ്റി കരിങ്കോഴികളാണ്. നമ്മുടെ ഇവിടെ താറാവുകൾ വിഗോവ ഉണ്ടാവും, അതുപോലെ കാക്കി ക്യാമ്പൽ, അതുപോലെ കുട്ടനാടനായിട്ടുള്ള ചാര, ചെമ്പല്ലി, നാടൻ താറാവ്. അതായത് 3 തരം താറാവുകളാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇതിൽ വിഗോവേനെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മുടെ വിഗോവ സൂപ്പർ ഹൈബ്രിഡാണ്. ഹൈ ഗ്രോത്ത് ലൈനാണ്. ഇവ ഇറച്ചിക്കായിട്ട്, മുട്ടയ്ക്കായിട്ട് ഉപയോഗിക്കാം. വളരെ പെട്ടെന്നിൽ വളർന്ന് ഇറച്ചിക്കായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. എല്ലാം നല്ല ഒറിജിനൽ പാരൻറ് സ്റ്റോക്കിൻ്റെ ബ്രീഡിംഗ് എന്നുള്ള ഹാച്ചിങ് എഗ്സ് ഉപയോഗിച്ച് വിരിയിച്ചെടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇത് ചിക്ക് ബോക്സ് ആണ്. ഇതിലാണ് നമ്മൾ ഡെലിവറിക്കായിട്ട് കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങൾ, ഇതിൽ 100 കോഴിക്കുഞ്ഞുങ്ങൾ വരെ കൊള്ളും, അല്ലെങ്കിൽ 50 താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദൂരേക്ക് സേഫായിട്ട് ഇവർക്ക് എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ചിക്ക് ബോക്സുകളാണ്. ഇത് പാർട്സായിട്ടാണ് വരിക. നമ്മൾ അത് ബോക്സ് രൂപത്തിലാക്കണതാണ്. ഇങ്ങനെ 4 കള്ളികളായിട്ടാണ് ഉള്ളത്. ഓക്കെ, ഓരോ കള്ളികൾ നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്ത ഇനം കോഴികളെ, താറാവുകളെയൊക്കെ ഇട്ടിട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് വേറെ ട്രാൻസ്പോർട്ടേഷനിൽ വേറെ ഡാമേജുകളൊന്നും സംഭവിക്കില്ല. ലാലൂർ ഹാച്ചറിയിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഹാച്ചിങ് എഗ്സൊക്കെ ഹൈ ക്വാളിറ്റിയുള്ള ഒറിജിനൽ പാരൻറ് സ്റ്റോക്കിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നമ്മുടെ ഗവൺമെൻറ് ഫാമുകൾ, അതുപോലെ കേരളത്തിന് പുറത്തുനിന്നുള്ള വലിയ വലിയ ഫാമുകൾ, ഇവിടുത്തെ ഹാച്ചിങ് എഗ്സാണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുള്ളൂ, ഹൈ ക്വാളിറ്റി ഉള്ളത്. അത് കാരണം നമുക്കിത് കണ്ടിന്യൂസ് സപ്ലൈ വേണം, ഹൈ ക്വാളിറ്റി വേണം. ക്രോസ് ബ്രീഡ്സോ അങ്ങനെയുള്ളതൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ്. നമ്മുടെ ഇവിടെ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്യുബേറ്റേഴ്സ് നമുക്ക് ഇത് സെറ്റർ, ഈ ഭാഗത്തിനാണ് സെറ്റർ എന്ന് പറയുക. ഈ ഭാഗം ഹാച്ചർ, ഇതാണ് ഹാച്ചർ. അതായത് ഇതിൽ വിരിഞ്ഞിറങ്ങണതാണ്. ഇതിലാണ് ഇന്ന് വിരിഞ്ഞിറങ്ങിയത് കോഴിക്കുഞ്ഞുങ്ങൾ. ഇത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയതാണ്. എല്ലാ ആഴ്ചകളും ഇതിൽ നിന്നാണ് വിരിഞ്ഞിറങ്ങുക. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി 5000 കോഴിക്കുഞ്ഞുങ്ങളെ ഒരാഴ്ചയിൽ വിരിയിപ്പിക്കാം. ഇത് നമ്മുടെ കോഴിമുട്ടകളൊക്കെ നമുക്ക് 3 ആഴ്ചകളാണ് വെക്കേണ്ടത്. 21 ദിവസമാണ് മൊത്തം ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അതിൽ 18 ദിവസമാണ് ഇതിൽ വെക്കുക. 3 ദിവസം ഹാച്ചറിലാണ് വെക്കുക. അതായത് വിരിയണേൻ്റെ 3 ദിവസം മുമ്പ് ഹാച്ചറിൽ അപ്പുറത്തെ മെഷീനിലേക്ക് നമ്മൾ കോഴിമുട്ടകൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ആഴ്ച വയ്ക്കുമ്പോഴും എല്ലാ ആഴ്ച വിരിയും. അതിനനുസരിച്ച് മുമ്പുള്ള ആഴ്ചകളിലത്തെ വിരിയും. താറാവ് മുട്ടയാകുമ്പോൾ 28 ദിവസമാണ് മൊത്തം ഇൻക്യുബേഷൻ പീരീഡ്. അത് 25ാമത്തെ ദിവസം ആകുമ്പോൾ ഹാച്ചറിൽ മാറ്റുന്നതായിരിക്കും. അതെ, ഇത് താറാവ് മുട്ടകൾ. ആ സൈഡ് വെച്ച് കൊടുക്കുന്നത് എല്ലാതും താറാവ് മുട്ടകളാണ്. ഇതൊക്കെ കോഴിമുട്ടകളാണ്.
താറാവ് മുട്ടകൾ സെപ്പറേറ്റ് ആണ് വെക്കുക. നമുക്കതിൽ വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റാണ് വെക്കുക. അതുപോലെ തന്നെ ഇതിലത്തെ പാർട്സ് ബാക്കിൽ ഫാനുണ്ട്, കംപ്ലീറ്റ് ഫുള്ളി എയർ സർക്കുലേഷൻ വേണ്ടി വരും. അതിന് മോട്ടറുണ്ട്, ഫാനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചൂട് കൊടുക്കണം, ടെമ്പറേച്ചർ കൊടുക്കാൻ ഹ്യൂമിഡിറ്റി ഹീറ്ററാണ് ഉപയോഗിക്കുന്നത്. 2 ഹീറ്ററുണ്ട്, 2 സൈഡിലായിട്ട് ഹീറ്ററുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിൽ വാട്ടർ പമ്പ് ഉണ്ട്, അതിൻ്റെ പിന്നിലായിട്ട് വാട്ടർ പമ്പ് ഉണ്ട്. അപ്പോൾ അതാണ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഇത് സെൻസറുകൾ ആണ് എല്ലാതും വർക്ക് ചെയ്യണത്. അതായത് ടെമ്പറേച്ചറിന് സെൻസർ ഉണ്ട്, ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് സെൻസർ ഉണ്ട്. ഇവ സെൻസർ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ടാണ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയിൽ കൺട്രോൾ ആവുന്നത്. അതായത് ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ട് അതിൽ കൂടുമ്പോഴും കുറയുമ്പോഴും അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും. അതുപോലെ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ. പിന്നെ ടേണിങ് ഒരു 1 hourൽ ഇത് മൊത്തത്തിൽ ടേൺ ആയിക്കൊണ്ടിരിക്കും. അതിനുള്ള സൈഡിലൊരു ടേണിങ് മോട്ടറും ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാ സിസ്റ്റവും നമ്മുടെ ഓട്ടോമാറ്റിക്കാണ് ഫുള്ളി. ഇതൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തത് ഇന്ന് ഈ ഹാച്ചറിൽ നിന്നാണ് വിരിയിച്ചെടുത്തത്. എല്ലാ ആഴ്ചകളും ഇതിൽ നിന്നാണ് വിരിഞ്ഞിടങ്ങുക. ഇനി അടുത്തൊരു ഇൻക്യുബേറ്റർ യൂണിറ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഇത് അടുത്തൊരു ഇൻക്യുബേറ്റർ യൂണിറ്റാണ്. ഇപ്പോൾ നമ്മൾ അധിക കാലമായിട്ടില്ല ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് അതുപോലെ തന്നെ സെയിം ഒരു യൂണിറ്റാണ്. അതായത് ഇത് 15,000 മുട്ടകൾ വിരിയിപ്പിക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്ററാണ്. അതുപോലെ തന്നെ ഇത് 5,000 മുട്ടകൾ വിരിയിക്കാൻ പറ്റുന്ന ഹാച്ചറാണ്. ഇത് നമ്മുടെ ഇവിടെ വിരിയിച്ചെടുത്ത താറാവ് കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഇവിടെ പലതരത്തിലുള്ള താറാവ് കുഞ്ഞുങ്ങൾ എല്ലാ ആഴ്ചകളും വിരിയാറുണ്ട്. ഇത് വിഗോവ സൂപ്പർ ഹൈബ്രിഡ് എന്ന് പറയും. വിഗോവ ഇറച്ചിക്കായിട്ടും മുട്ടയ്ക്കായിട്ടും വളർത്താൻ പറ്റുന്ന താറാവ് കുഞ്ഞുങ്ങളാണ് വിഗോവ. ഇത് ഹൈ ഗ്രോത്തുള്ള വിഗോവ സൂപ്പർ ഹൈബ്രിഡ് താറാവ് കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ഉള്ള പാരൻറ്റ് സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ വൈറ്റ് കളറായിരിക്കും വലുതാവുമ്പോൾ. ഇവ മുട്ടയ്ക്കായിട്ടും ഇറച്ചിക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ വെയിറ്റ് വയ്ക്കുന്നതാണ് വിഗോവ സൂപ്പർ ഹൈബ്രിഡ്. നമ്മൾ താറാവുകളിലും 1 day ഓൾഡിലാണ് സപ്ലൈ ചെയ്യുക. അതായത് ഒരു ദിവസം പ്രായമായതിനാണ് നമ്മൾ കൊടുക്കുക. ബുക്കിങ്ങിനനുസരിച്ചിട്ട് കൊടുക്കും. ഇത് കാക്കി ക്യാമ്പൽ എന്ന് പറഞ്ഞ ഇനാണ് ഈ താറാവുകൾ. കാക്കി ക്യാമ്പൽ, അതായത് കാക്കി കളറായിരിക്കും എല്ലാതും. ഇത് മുട്ടത്താറാവുകളാണ്. അതായത് കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന തരം താറാവുകളാണ് കാക്കി ക്യാമ്പൽ. അതായത് ഒരു സങ്കരയിനം താറാവുകളാണ്. ഇവയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യകതയില്ല. അതായത് കുളിക്കാനൊക്കെ നമ്മുടെ നാടൻ താറാവുകൾ പോലെ വെള്ളം, കുളം അല്ലെങ്കിൽ പാത്രങ്ങളിൽ വെള്ളം വെച്ചു കൊടുക്കേണ്ട കുളിക്കാനായിട്ട്. അതായത് കൂട്ടിലിട്ടോ ഷെഡിലിട്ടോ വളർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് കാക്കി ക്യാമ്പൽ. അതായത് ഒരു 4 മാസം ആകുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങും. വർഷത്തിലൊരു 300 മുട്ടയോളം വിടുന്നതാണ് കാക്കി ക്യാമ്പൽ. ഈ ഇനം താറാവുകൾ നമ്മുടെ സാധാ കുട്ടനാടൻ ചാര ചെമ്പല്ലി താറാവുകൾ എന്ന് പറയുന്ന നാടൻ താറാവുകൾ. ഇവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ നാടൻ ഇനമാണ് ചാര ചെമ്പല്ലി. ഇതെല്ലാം നമ്മുടെ ഇവിടെ വിരിഞ്ഞിട്ടുള്ള ഫാൻസി കോഴിക്കുഞ്ഞുങ്ങളാണ്. എല്ലാ ആഴ്ചകളിലും ഫാൻസി കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാറുണ്ട്. ഇതെല്ലാം പോളിഷ് ക്യാപ്പാണ്, സിൽവർ പോളിഷ് ക്യാപ്പ്. അതുപോലെ തന്നെ ഇത് ബ്രഹ്മ, ബ്ലാക്ക് ബ്രഹ്മ, ഗോൾഡൻ ബ്രഹ്മ, ഇത് കൊളംബിയൻ ബ്രഹ്മ. കൂടാതെ ഇത് ഓണഗഡൂരി എന്ന് പറയും. അത് വാല് നല്ല നീണ്ടിട്ട് നിലത്ത് മുട്ടണ ടൈപ്പുള്ള കോഴികളായിട്ട് വരുന്നതാണിത്. പിന്നെ ഇത് വളരെ ചെറിയ കോഴികളായിട്ട് വരും. എത്ര വലുതായാലും വളരെ ചെറുതായിരിക്കും. മില്ലി ഫ്ലോർ എന്ന് പറയും, മില്ലി ഫ്ലോർ. പിന്നെ ഇത് OEG എന്ന് പറയും, ഓൾഡ് ഇംഗ്ലീഷ് ഗെയിം. ഇത് ഗിരിരാജ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ്. അതായത് കൂടുതലായിട്ട് ഇറച്ചിക്കായിട്ട് മുൻഗണന കൊടുക്കുന്നതാണ്. നല്ല സൈസ് വരും, പെട്ടെന്ന് തന്നെ വളർച്ച വന്നിട്ട് ഇറച്ചി ഉപയോഗത്തിനായിട്ടും പിന്നെ മുട്ടയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. മുട്ടക്കോഴിയുടെ ഇതിലും ഉപയോഗിക്കാം. കൂടുതൽ ഇറച്ചിയുടെ പർപ്പസിനാണ് ഉപയോഗിക്കുക. ഗിരിരാജയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ. ഇത് നെയ്ക്കിഡ് നെക്ക് വിഭാഗത്തിൽപ്പെട്ട കോഴികളാണ്. അതായത് കഴുത്തിൽ തൂവലില്ലാത്ത ഇനം കോഴികളാണ്. നല്ല ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇവയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കോഴികൾക്കാളും കുറച്ചും കൂടി സൈസ് വരും. അതുപോലെ തന്നെ മുട്ട കൂടുതലിടും. മുട്ടയുടെ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനത്തെ ഇനങ്ങളാണ് നെയ്ക്കിഡ് നെക്ക്. നല്ല പ്രതിരോധ ശക്തിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് നെയ്ക്കിഡ് നെക്ക്. ഇത് ന്യൂ ഹാംഷെയർ എന്ന് പറഞ്ഞ കോഴികളാണ്. ഇവ കൂടുതലായിട്ടും മുട്ടയ്ക്കും ഇറച്ചിക്ക് തന്നെ ഉപയോഗിക്കുന്ന തരം കോഴികളാണ്. അതായത് കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടായിരിക്കും, തൂക്കം വരുന്നതായിരിക്കും. അതുപോലെ മുട്ട കൂടുതലിടുന്ന കോഴികളാണ് ന്യൂ ഹാംഷെയർ. ഇത് കരിങ്കോഴിയാണ്. കടക്കനാഥ് എന്ന് പറയും നമ്മൾ ഹിന്ദിയിൽ.
അതായത് ഒറിജിനൽ കരിങ്കോഴികൾ മധ്യപ്രദേശിലാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പോൾ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് കരിങ്കോഴിയുടെ ഇറച്ചി, മുട്ട. ഔഷധ ഗുണം കൂടിയതാണ്. അതുപോലെ പല പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് കരിങ്കോഴി. ഇത് നാടൻ ഇനത്തിൽപ്പെട്ട കോഴികളാണ്, നമ്മുടെ തനി നാടൻ, അതുപോലെ തലശ്ശേരി നാടൻ കോഴികളാണ്. ഇതൊക്കെ ഈ തനി കറുപ്പ് കാണുന്നതൊക്കെ തലശ്ശേരി നാടൻ കോഴികളാണ്. ഇതെല്ലാം നമ്മുടെ നാടൻ കോഴികളാണ്. അടയിരിക്കുന്ന, അതായത് നാച്ചുറലായിട്ട് അടയിരുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ അവ തന്നെ വിരിപ്പിച്ചെടുക്കാൻ കഴിവുള്ള കോഴികളാണ് നാടൻ കോഴികൾ. അപ്പോൾ ഇതിൽ തന്നെ പലതരത്തിലുള്ള പുള്ളിക്കോഴികൾ, ഇതെല്ലാം പുള്ളിക്കോഴികളാണ്. പുള്ളിക്കോഴികൾ, പല കളറിലുള്ള കോഴികൾ, അതുപോലെ തൊപ്പിക്കോഴികൾ, ഇതെല്ലാം ഇതിൽ നാടനിൽ വരുന്നതാണ്. ചാരക്കളറ്, എല്ലാ കോഴികളും നമ്മുടെ അടുത്ത് നാടനിൽ വിരിയിപ്പിച്ചിട്ടുണ്ട്. എല്ലാതും ഒരുമിച്ചാണ് വിരിയിപ്പിക്കുക. ഇത് സോണാലി എന്ന് പറഞ്ഞ കോഴികളാണ്, കോഴിക്കുഞ്ഞുങ്ങളാണ് സോണാലി. അതായത് ഈജിപ്ഷ്യൻ ഫയോമിയുടെയും RIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റോഡ് ഐലൻഡ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കോഴികളുടെയും സങ്കരയിനം കോഴികളാണ് സോണാലി കോഴികൾ. ഇവ ശരിക്ക് ബംഗ്ലാദേശിലാണ് ഉത്ഭവിച്ചത്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെയധികം പ്രചാരത്തിലുള്ള കോഴികളാണ്. ഇവ നാടൻ കോഴികളുടെ പോലെ തന്നെ, അതായത് കാണുമ്പോൾ നാടൻ കോഴികളുടെ പോലെ പല കളറിൽ കാണും. ഇവയുടെ മുട്ട നാടൻ കോഴിമുട്ടയുടെ വലിപ്പത്തിലും കളറിലുള്ളതാണ്. കൂടുതൽ മുട്ടയിടും, അടയിരിക്കില്ല. അതുകൊണ്ട് മുട്ടക്കോഴികളാണ്, നല്ല പ്രതിരോധ ശക്തിയുള്ള കോഴികളാണ് സോണാലി കോഴികൾ. അപ്പോൾ ഇവരുടെ മുട്ടകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് പൂനെയിൽ നിന്നാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി ഉള്ള അങ്ങനത്തെ പാരൻറ്റ് സ്റ്റോക്കിൻ്റെ ബ്രീഡുള്ള അവിടെ നിന്നാണ് നമ്മൾ ഇവരുടെ മുട്ടകൾ കൊണ്ടുവന്നിട്ട് വിരിയിപ്പിക്കുന്നത്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ ഹാച്ചറിയിൽ വിരിയുന്നതായിരിക്കും. ഇത് അസീൽ കോഴികളാണ്, അതായത് പോരുകോഴികൾ എന്ന് പറയും. അസീൽ തന്നെ ഒരുപാട് വെറൈറ്റി കോഴികളുണ്ട്. അതിലത്തെ ഒരു തരം കത്തിക്കാല് ഇനമാണ് അസീൽ. ഇവ ഫാൻസി കോഴികളായിട്ട് വളർത്തും. പോരിന് വേണ്ടിയിട്ടും തമിഴ്നാട്ടിലും കർണാടകയിലും പല അതിർത്തി ജില്ലകളിലും നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളും വളർത്താറുണ്ട്. അപ്പോൾ നമ്മുടെ ഹാച്ചറിയിൽ എല്ലാ ആഴ്ചകളും അസീൽ കോഴികൾ വിരിയാറുണ്ട്. അസീൽ കത്തിക്കാലാണ് മെയിനായിട്ട് വിരിയുന്നത്. നമ്മുടെ ഇതിൽ പവർ 3 ഫേസ് പവർ കണക്ഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ജനറേറ്റർ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ജനറേറ്ററാണ്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് തനിയെ ഓണാവും, കറണ്ട് വന്നു കഴിഞ്ഞാൽ ഓഫാവും. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൻ്റെ ആപ്പ് വഴി മൊബൈലിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഇതിൽ ഫ്യൂവലുണ്ടോ, എത്ര ശതമാനം ഉണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ചാർജ്, ഇത് ഓണാണോ ഓഫാണോ, ഇപ്പോൾ എന്തെങ്കിലും സിഗ്നലുകൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് വാർണിംഗ് ആയിട്ട് സിഗ്നലുകൾ മെസ്സേജായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമ്മുടെ ഹാച്ചറിയിൽ നിന്ന്, അതായത് പുറത്തുനിന്ന് മുട്ട കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വിരിയിപ്പിക്കണത് ഇല്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് നാലം പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സിന്, കർഷകരുടെ മുട്ടകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിരിയിപ്പിച്ച് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് അത് ചെയ്യണില്ല. കാരണം നമുക്ക് ഇൻക്യുബേറ്ററിൽ ഒന്നാമത് അതിൻ്റെ സ്പേസ് നമുക്ക് തന്നെ വെക്കാൻ തികയാറില്ല. പിന്നെ പലതരത്തിലുള്ള മുട്ടകളും കേടുവന്ന മുട്ടകൾ, അപ്പോൾ അത് മറ്റുള്ള മുട്ടകളെ ബാധിച്ച് ഇൻഫെക്ഷനൊക്കെ വരും. അതുകൊണ്ട് പുറത്തുനിന്നുള്ള കർഷകരുടെ മുട്ടകൾ നമ്മൾ വിരിയിപ്പിച്ച് കൊടുക്കുന്നില്ല. നമ്മുടെ തന്നെ പാരൻറ്റ് സ്റ്റോക്കിൻ്റെ ഒറിജിനൽ മുട്ടകൾ നമ്മളുടെ കളക്ട് ചെയ്തിട്ട് അതാണ് കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ സ്പേസ് കൺസ്ട്രെയിൻഡ് ആണ് അതിൽ. നമ്മുടെ കോഴി കർഷകർക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ ഇതിന് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, എന്തൊക്കെ വൈറ്റമിൻസ് വേണം, ഏതൊക്കെ വാക്സിനുകൾ കൊടുക്കണം, ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫോണിൽ കൂടെ ആയാലും മെസ്സേജ് ആയാലും വാട്സപ്പിലായാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ അതിൻ്റെ മരുന്നുകളാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതായിരിക്കും. പലതരത്തിലുള്ള വൈറ്റമിൻസ് അവരുടെ ആരോഗ്യത്തിനും അസുഖങ്ങൾ വരാതിരിക്കാനും പ്രതിരോധ ശക്തിക്കും കുറേ വൈറ്റമിൻസ് അത് ചെറിയ കുഞ്ഞു മുതൽ വലിയ കോഴികൾ മുട്ടിടണ വരെയുള്ള കോഴികൾക്കൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് പല തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. മനുഷ്യർക്ക് കിട്ടുന്ന വൈറ്റമിൻസ് പോലെ തന്നെ കോഴികൾക്ക്, പക്ഷികൾക്കും ഒക്കെ വൈറ്റമിൻസ് വളരെ അത്യാവശ്യമാണ്. കാൽസ്യം, പലതരം വൈറ്റമിൻസിൻ്റെയും മരുന്നുകളാണിത്. നമ്മുടെ ഈ കോഴി, താറാവ് ഇതിൻ്റെ എല്ലാം പ്രൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് നൽകുന്നതായിരിക്കും. വീഡിയോകളിൽ ഇടാത്തത് അത് കാലക്രമേണ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഹാച്ചിങ് എഗ്ഗിൻ്റെ റേറ്റ്, അങ്ങനെയുള്ള പലവിധ അനുബന്ധ ഘടകങ്ങൾക്കനുസരിച്ച് റേറ്റുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രൈസുകൾ നമ്മൾ വീഡിയോകളിൽ പറയാറില്ല.
കാരണം വീഡിയോകൾ കണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആ പ്രൈസ് കണ്ടു അത്ര വേണം അങ്ങനെ റിക്വസ്റ്റുകൾ വരാറുണ്ട്. അത് കാരണം പ്രൈസുകൾ മാറുന്നത് കൊണ്ട് അതാത് ടൈമിലുള്ള പ്രൈസുകൾ അറിയാൻ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മളുടെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് തൃശ്ശൂർ ലാലൂർ ഹാച്ചറി. അതിൽ എല്ലാ ആഴ്ച വിരിയണ കോഴിക്കുഞ്ഞുങ്ങളുടെയും ഡീറ്റെയിൽസ് എല്ലാതും നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ശനിയാഴ്ച ദിവസങ്ങളാണ് വിരിയുക. ശനിയാഴ്ച തന്നെയാണ് സപ്ലൈ കൊടുക്കുക. അപ്പോൾ എല്ലാം ബുക്കിങ്ങിനനുസരിച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഫോൺ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഐറ്റംസ് വാങ്ങിക്കുക. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.